ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടക്കുന്ന 12ാം റൗണ്ട് പോരാട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റാണ്. ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 7:30 മോഹൻ ബഗാന്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. തകർപ്പൻ ഫോമിൽ കളിക്കുന്ന മോഹൻ ബഗാനെ പരാജയപ്പെടുത്തണമെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് അവരുടെ ഏറ്റവും മികച്ച പ്രകടനം തന്നെ പുറത്തെടുക്കേണ്ടി വരും. പക്ഷേ സമീപകാലത്ത് മോശം നിലയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല. അക്കാര്യത്തിലുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരവും അതുപോലെ തന്നെ ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ താരവുമായ സഹൽ അബ്ദുസമദ് നൽകിയിട്ടുള്ളത്. അതായത് മത്സരത്തിനുള്ള പ്ലാനുകൾ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഗോളുകൾ വഴങ്ങാതിരിക്കുക, ക്ലീൻ ഷീറ്റ് നേടുക, അതുപോലെ തന്നെ നല്ല രൂപത്തിൽ കളിച്ചുകൊണ്ട് വിജയിക്കുക എന്നുള്ളതൊക്കെയാണ് തങ്ങളുടെ പ്ലാനുകൾ എന്നാണ് സഹൽ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട മത്സരമാണ്. ഇത്തരം മത്സരങ്ങളെ ഒരേ രൂപത്തിലാണ് ഞങ്ങൾ സമീപിക്കുക. ലക്ഷ്യം വിജയം മാത്രമാണ്. തീർച്ചയായും ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ എനിക്ക് ഫീലിങ്സ് ഉണ്ട്. മികച്ച രൂപത്തിൽ കളിക്കുക, ക്ലീൻ ഷീറ്റ് നേടുക, വിജയം സ്വന്തമാക്കുക, ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾ എത്രത്തോളം കുറവ് ഗോളുകൾ വഴങ്ങുന്നുവോ അത്രത്തോളം ഷീൽഡ് നേടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പരിശീലകൻ ഞങ്ങളോട് പറയാറുള്ള ഒരു കാര്യം പരമാവധി ഗോളുകൾ വഴങ്ങരുത് എന്നാണ്. അത് തന്നെയാണ് പ്ലാനുകൾ. ഞങ്ങളുടെ ഡിഫൻഡർമാർ മികച്ച രൂപത്തിൽ കളിക്കുന്നു. എല്ലാ മത്സരങ്ങളും വിജയിച്ചുകൊണ്ട് പരമാവധി പോയിന്റുകൾ സ്വന്തമാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനെ ഞങ്ങൾ പടിപടിയായിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇതാണ് ഇപ്പോൾ സഹൽ അബ്ദുസമദ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, നിലവിൽ മോഹൻ ബഗാൻ പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്താണ്. 10 മത്സരങ്ങളിൽ നിന്ന് 7 വിജയം, 2 സമനില, 1 തോൽവി എന്നിങ്ങനെയാണ് അവരുടെ റിസൾട്ടുകൾ വരുന്നത്. 23 പോയിന്റ് അവർ സ്വന്തമാക്കിയിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം പരിതാപകരമാണ്. 11 മത്സരങ്ങളിൽ നിന്ന് 11 പോയിന്റ് മാത്രമാണുള്ളത്. കേവലം 3 വിജയങ്ങൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ മത്സരം കൂടി പരാജയപ്പെട്ടാൽ സ്റ്റാറേക്ക് മേലിലുള്ള ആ ഒരു സമ്മർദ്ദം അത് ഇരട്ടിയാകുമെന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.